വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു CA ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറകിലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കാൻ വരുന്നത് ഒരു CAയുടെ ഹോട്ട് ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ വരുന്നത്. സോ ഇലക്ഷൻ നടന്നു, നമ്മുടെ വിധി പ്രഖ്യാപനം വന്നു, നമുക്കൊരു പുതിയ മുഖ്യമന്ത്രിയെയും കിട്ടി അല്ലേ. സോ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, നമ്മുടെ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇലക്ഷനെ കണ്ടിരുന്നത്. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇലക്ഷനിലെ കണ്ടന്റുകളും നമുക്ക് എക്സാമിന്. ഇനി വരുന്ന എക്സാമിൽ ഉറപ്പായിട്ടും ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇലക്ഷന്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ക്യാമ്പയിനുകൾ ഉണ്ട്, അതുപോലെ തന്നെ ചില ആപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള വോട്ടിംഗ് റൈറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇങ്ങനെ മുഖ്യമന്ത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും എന്താണ്, ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഭാഗം നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ആപ്പിലേക്ക് പോകാം അല്ലെ, ഒരു മൊബൈൽ ആപ്പിലേക്ക് നമുക്ക് പോകാം. എന്താണ് ആ മൊബൈൽ ആപ്പിന്റെ പേരെന്ന് ചോദിച്ചാൽ സി വിജിൽ എന്ന് പറയുന്നതാണ്. എന്താണ് മൊബൈൽ ആപ്പിന്റെ പേര്? സി വിജിൽ എന്ന് പറയുന്നതാണ്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമോ സാമ്പത്തിക ദുരുപയോഗമോ ഒക്കെ നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് വഴി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകാവുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഈ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമോ സാമ്പത്തിക ദുരുപയോഗമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ഇലക്ഷൻ കമ്മീഷന് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഫോട്ടോയിലൂടെയോ പരാതി നൽകാവുന്നതാണ്. ഇതിന്റെ അകത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഈ പരാതിയിൽ നടപടി സ്വീകരിക്കും. അപ്പൊ അതാണ് സി വിജിൽ എന്ന് പറയുന്ന ഈ ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനാധിപത്യ പ്രക്രിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ദുരുപയോഗമൊക്കെ നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പാണ്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഒരു കോഡ് വെച്ച് ഇങ്ങനെ ഓർക്കുക. ഇലക്ഷൻ ആണ് സി, ജനങ്ങൾ വിജിലന്റ് ആയിട്ടിരിക്കാനുള്ള ആപ്പാണ് അല്ലെ. ഇലക്ഷൻ ആണ് സി, ജനങ്ങൾ വിജിലന്റ് ആയിട്ടിരിക്കാനുള്ള ആപ്പാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. സി വിജിൽ എന്ന് പറയുന്നതാണ് ഈ ആപ്പിന്റെ പേര്. ഓക്കെ അല്ലേ? നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് എന്തെന്ന് പറയുന്നത്, സി വിജിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കാണ്. എന്താണ് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്ന് ചോദിച്ചാൽ ഈ വിദ്യ എന്ന് പറയുന്നതാണ്. സിമ്പിൾ ആണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ വിദ്യ. നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം കൊടുക്കണം അല്ലെ. ഈ പരിശീലനം ഇവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നേടാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്, ഈ വിദ്യ എന്ന് പറയുന്നത്. ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഈ വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്തെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ്, അതായത് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു പരിശീലനം നൽകുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം വരുന്നത്. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ഈ വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം കൊടുക്കണം അല്ലെ. ഇത്തരത്തിൽ മികച്ച പരിശീലനം അവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നേടാൻ സാധിക്കുന്ന ഒരു ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെച്ചേക്ക, ഈ വിദ്യ എന്താണെന്നും സി വിജിൽ എന്താണെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് ക്യാമ്പയിനിലേക്കാണ് പോകാൻ പോകുന്നത്. ആദ്യത്തെ ക്യാമ്പയിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വർഷത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഹരിതചട്ടം പാലിച്ച്, അതായത് നമ്മുടെ ഇലക്ഷൻ തീർത്തും ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ശുചിത്വ മിഷനും സംയുക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഈ ക്യാമ്പയിന്റെ പേരാണ് ഗ്രീൻ ബട്ടൺ എന്ന് പറയുന്നത്. എന്താണ് ക്യാമ്പയിന്റെ പേര്? ഗ്രീൻ ബട്ടൺ എന്ന് പറയുന്നതാണ്. അതായത് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന് ഭാഗമായിട്ട് ശുചിത്വ മിഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായിട്ട് നടത്തുന്ന ക്യാമ്പയിനാണ് ഗ്രീൻ ബട്ടൺ എന്ന് പറയുന്നത്. മാലിന്യം കുറച്ചുകൊണ്ട് തീർത്തും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായിട്ടും നിരോധിച്ചുകൊണ്ട് പുനരുപയോഗിക്കാൻ കഴിയുന്ന സാമഗ്രികളെ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചുകൊണ്ട് തികച്ചും ഹരിതചട്ടം പാലിച്ച് ഈ ഒരു ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശുചിത്വ മിഷനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായിട്ടുള്ള ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ ബട്ടൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മളൊരു ക്യാമ്പയിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാരണം
കാരണം നമ്മുടെ യുവാക്കളിലെ വോട്ടിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. നമ്മുടെ യുവാക്കളിൽ എന്താണ് വളരെയധികം വോട്ടിംഗ് ശതമാനം കുറയുന്ന പശ്ചാത്തലത്തില് നമ്മുടെ യുവാക്കളെ പോളിംഗ് ബൂത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് അടുത്ത ക്യാമ്പയിൻ എന്ന് പറയുന്നത്. എന്താണ് ക്യാമ്പയിന്റെ പേര്? എന്റെ വോട്ട് എന്റെ ശക്തി. അപ്പം യുവാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ശക്തരായിട്ടുള്ള ആളുകളാണ് അല്ലെ യുവാക്കൾ എന്ന് പറയുന്നത്. അവരുടെ വോട്ടിനും ഭയങ്കര ശക്തിയായിരിക്കും. അതുകൊണ്ട് അവരുടെ വോട്ടിംഗ്, അതായത് നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണം, നിങ്ങൾ വളർന്നു വരുന്ന യുവ തലമുറയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ ഭാഗമാകണം എന്ന് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത്. യുവാക്കൾക്കിടയിലെ പോളിംഗ് ശതമാനം കുറയുന്ന സാഹചര്യത്തിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനാണ് എന്റെ വോട്ട് എന്റെ ശക്തി എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ നിയമസേവാ അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ ചേർന്നിട്ടാണ് എന്റെ വോട്ട് എന്റെ ശക്തി എന്ന പേരിൽ ബോധവൽക്കരണം നടത്തുന്നത്. ഓക്കെ ആണ്. അപ്പൊ യുവാക്കളിലെ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത് എന്റെ വോട്ട് എന്റെ ശക്തി. അടുത്തത് നമുക്കൊരു ക്യാമ്പയിനിലേക്കാണ് പോകേണ്ടത്. അടുത്ത ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ ബോധവൽക്കരണ ക്യാമ്പയിനാണ്. അതായത് ഭിന്നശേഷിക്കാരുടെ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഭിന്നശേഷിക്കാരുടെ വോട്ട് ഉറപ്പാക്കാൻ ഭിന്നശേഷി ഉദ്യോഗസ്ഥർ തന്നെ ബോധവൽക്കരണത്തിന് ഇറങ്ങുന്നത്. പാലാ മണ്ഡലത്തിലാണ്, കോട്ടയത്തെ പാലാ മണ്ഡലത്തിലാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് സമ്മതി എന്ന് പറയുന്നത്. അപ്പൊ ഭിന്നശേഷിക്കാരുടെ വോട്ട് ഉറപ്പാക്കാൻ ഭിന്നശേഷിക്കാർ തന്നെ ഇറങ്ങുന്ന ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ. അപ്പൊ ഭിന്നശേഷിക്കാരെ സമ്മതിക്കണം അല്ലെ, വോട്ട് ചെയ്യുന്ന എല്ലാ ഭിന്നശേഷിക്കാരെയും സമ്മതിക്കണം എന്നോർത്താൽ മതി. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടി ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ തന്നെ ബോധവൽക്കരണത്തിൽ ഇറങ്ങുന്നത്. ഇത് എവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത്? പാലയിലാണ്. കോട്ടയം പാലയിൽ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത് സമ്മതി എന്ന് പറയുന്നത്. അപ്പൊ 3 ബോധവൽക്കരണ ക്യാമ്പയിനെ കുറിച്ച് പഠിച്ചു. ഒന്ന് ഗ്രീൻ ബട്ടൺ എന്ന് പറയുന്നത്, പിന്നെ യുവാക്കൾക്കിടയിലുള്ള ക്യാമ്പയിൻ എന്താണ്? ബോധവൽക്കരണ ക്യാമ്പയിനാണ് എന്റെ വോട്ട് എന്റെ ശക്തി എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരുടെ ബോധവൽക്കരണ ക്യാമ്പയിനാണ് സമ്മതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഒരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമാണ് കൊടുവള്ളി എന്ന് പറയുന്നത്. ഇവിടെ എത്ര സ്ഥാനാർത്ഥികളാണെന്നറിയോ? 13 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അപ്പൊ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ചോദിച്ചാൽ അത് ഏതാണ്? അത് കൊടുവള്ളിയിലാണ്. വള്ളി പിടിക്കാൻ വേണ്ടി 13 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നോർത്താൽ മതി. കൊടുവള്ളി, കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. കൊടുവള്ളിയിലാണ് വള്ളി പിടിക്കാൻ 13 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കൊടുവള്ളിയാണ് മണ്ഡലം എന്ന് പറയുന്നത്, പഠിച്ചു വെച്ചേക്കാം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമാണ് കൊടുവള്ളി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഇലക്ഷനിലേക്ക് പോയാലോ? നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ നടന്നത് എന്നായിരുന്നു? കേരളത്തിൽ ഇലക്ഷൻ നടന്നത് ഏപ്രിൽ 9 തീയതിയാണ് അല്ലെ. എന്നാണ്? ഏപ്രിൽ 9 തീയതിയാണ് കേരളത്തിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 9 തീയതി കേരളത്തിൽ മാത്രമാണോ? അല്ല, ആസാമിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഏപ്രിൽ 9 തീയതിയായിരുന്നു ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഏപ്രിൽ മാസത്തിൽ ഇലക്ഷൻ നടന്നത് ഈ കേരളത്തിലും ആസാമിലും പുതുച്ചേരിയിലും മാത്രമല്ല, തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും എപ്പോഴാണ്? ഈ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്നാണ് ആ ഡേറ്റിലേക്ക് നമുക്ക് വരാം. കാരണം എക്സാമിൽ, അതായത് കഴിഞ്ഞ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിന്റെ ഇലക്ഷനോടൊപ്പം, കേരളത്തിൽ ഇലക്ഷൻ നടന്നതോടൊപ്പം ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങളെ ചോദിക്കുന്ന പതിവുണ്ട് PSCക്ക്. അതുകൊണ്ട് തന്നെ ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേരളം, ആസാം, പുതുച്ചേരി എന്നാണ് ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്? ഏപ്രിൽ 9 തീയതിയാണ് ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് തമിഴ്നാട്ടിലാണെങ്കിൽ ഏപ്രിൽ 23 തീയതിയാണ്. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടന്നത്. ഏപ്രിൽ 23, 29 ഘട്ടങ്ങളിലായിട്ടാണ് പശ്ചിമ ബംഗാളിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി വോട്ടെണ്ണൽ എന്നാണ്? ഇവിടെയൊക്കെ പല സമയങ്ങളിലാണ് ഇലക്ഷൻ നടന്നതെങ്കിലും കേരളം, ആസാം, പുതുച്ചേരിയിലാണ് ഏപ്രിൽ 9 തീയതി. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പല സമയങ്ങളിലാണ് ഇലക്ഷൻ നടന്നതെങ്കിലും വോട്ടെണ്ണൽ എപ്പോഴും എന്താണ്? ഒരേ സമയത്താണ്. മെയ് 4 തീയതിയാണ് വോട്ടെണ്ണൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും, ഈ പറഞ്ഞ ഇലക്ഷൻ നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ നടന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ്? മെയ് 4 തീയതിയാണ് വോട്ടെണ്ണൽ നടന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക്
പുതുച്ചേരിയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിചയപ്പെട്ട ഒരു റോബോട്ടിലേക്ക് പോവേണ്ടതുണ്ട്. ഇതാണ് ആ റോബോട്ട് എന്ന് പറയുന്നത്. പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരെ സഹായിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വഴികാട്ടുവാനുമുള്ള റോബോട്ടാണ് നില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വോട്ടർമാർക്ക് എന്താണ്, ഏത് നിലയിലാണ് വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നില പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ വോട്ടർമാരെ സഹായിക്കാൻ നിലനിന്ന റോബോട്ടാണ് നില എന്ന് പറയുന്നത്. പുതുച്ചേരിയില് വോട്ടർമാരെ സഹായിക്കാൻ നിലനിന്ന റോബോട്ടാണ് നില എന്ന് പറയുന്നത്. അങ്ങനെ കണക്ട് ചെയ്തൂടെ? പുതുച്ചേരി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ബൂത്തിലെ വോട്ടർമാരെ സ്വീകരിക്കുന്നതിനും വഴികാട്ടുന്നതിനും ഉപയോഗിച്ച റോബോട്ടിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് റോബോട്ടിന്റെ പേര്? നില എന്ന് പറയുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ റോബോട്ട് വോട്ടർമാർക്ക് വിവരങ്ങൾ നൽകുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് എന്നാണെന്ന് പറയാവോ നിങ്ങൾക്ക്? അത് 1982 ഉപയോഗിച്ചിട്ടുള്ളത്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത്. എവിടെയാണ്? 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, നില എന്ന് പറയുന്ന റോബോട്ട്. നില എവിടെയാണ്? പുതുച്ചേരിയിലാണ്. പുതുച്ചേരിയിലെ വോട്ടിങ്ങിൽ എത്തുന്ന വോട്ടർമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിന്ന റോബോട്ടാണ് ഏതെന്ന് പറയുന്നത്? നില എന്ന് പറയുന്ന റോബോട്ട്. അതെന്തായാലും എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. നില എന്ന് പറയുന്ന റോബോട്ടിനെ ഓർത്ത് വെക്കണം. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത്, എന്തായാലും നമ്മുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലേ, ഇനി സുപ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമിന് ചോദ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കാനുണ്ട്. പോളിംഗ് റേറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എത്രയാണ് പോളിംഗ് റേറ്റ് എന്ന് ചോദിച്ചാൽ അത് 79.63%. അതായത് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ ആകെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 79.63%. വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ചോദ്യം വരും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എവിടെയാണ്? പോളിംഗ് റേറ്റ് രേഖപ്പെടുത്തിയത് കോഴിക്കോടാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതിയടാ, നമ്മൾ കോഴിക്കാലൊക്കെ കിട്ടിയാൽ നല്ല പോളിംഗ് ആയിരിക്കും അല്ലെ? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ആഹാരമാണ് പോളിംഗ്, നല്ല പോളിംഗ് ആണല്ലോ അവനെന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ ഈ കോഴിക്കാലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും? നല്ല പോളിംഗ് ആയിരിക്കും അല്ലെ? അപ്പൊ കോഴിക്കോടാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്, പോളിംഗ് റേറ്റ് രേഖപ്പെടുത്തിയത്. ഇനി ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ പോളിംഗ് റേറ്റ് രേഖപ്പെടുത്തിയ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ചിറ്റൂരാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ്. മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിറ്റൂരാണ്. ഇനി ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് എവിടെയാണ്? അത് പത്തനംതിട്ടയിലാണ്. ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഏത് മണ്ഡലമാണെന്ന് ചോദിച്ചാൽ അത് റാന്നിയാണ്. ഏറ്റവും കുറവ് പോളിംഗ് നടന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് റാന്നിയാണ്. ജില്ല പത്തനംതിട്ടയാണ്. മണ്ഡലം ഏതാണ്? ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് റാന്നിയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പോളിംഗ് റേറ്റ് എത്രയാണ്? 79. ആകെ പോളിംഗ് റേറ്റ് 79.63%. ഷുവർ ആയിട്ടും ചോദ്യം വരും, മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞോ? കേരളം ആര് തൂക്കി? UDF തൂക്കി. നമുക്കറിയാം കേരളത്തിൽ വിജയിച്ചത് ഏത് മുന്നണിയാണെന്ന് ചോദിച്ചാൽ അത് UDF ആണ് അല്ലെ? UDF ആണ് തൂക്കിയത്. അപ്പൊ കേരളത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കേരളത്തിനോടൊപ്പം ഇലക്ഷൻ നടന്നിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്ന കക്ഷികളെ കുറിച്ച് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. കാരണം കേരളത്തോടൊപ്പം തന്നെ ഇലക്ഷൻ നടന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് അവിടെ ആരൊക്കെയാണ് അധികാരത്തിൽ വന്നത് എന്നൊന്ന് നമുക്ക് നോക്കിപ്പോണം. തമിഴ്നാട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയിച്ച ചലച്ചിത്ര നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. TVK ആണ് അല്ലെ? തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്നതാണ് TVK ആണ്. ആസാമിൽ തുടർച്ചയായി 3-ാം തവണയും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി വിജയിച്ച കക്ഷി ഏതാണ്? അത് NDA ആണ് വിജയിച്ചിട്ടുള്ളത്. പശ്ചിമ ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആരാണ്? BJP ആണ് അവിടെ അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ അധികാരം നിലനിർത്തിയ ഭരണകക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് NRC ആണ് അല്ലെ? തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകമാണ്, TVK ആണ്. തമിഴ്നാട്ടിൽ ഒരു തരംഗമായിരുന്നു. തമിഴ്നാട്ടില് മൊത്തം അടിമുടി ഒരു മാറ്റത്തിന്റെ ആയിരുന്നു ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? സ്റ്റാലിനൊക്കെ തോറ്റുപോയൊരു സാഹചര്യം വരെ ഉണ്ടായ സാഹചര്യമായിരുന്നു. അത്രയധികം ഒരു വിജയി തരംഗമാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചത്. ഇനി ആസാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ NDA ആണ്, ബംഗാളിൽ BJP ആണ്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ അധികാരം നിലനിർത്തിയ ഭരണകക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് NRC ആണ്.
ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലാണ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്? എലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകൾ നേടി UDF ആണ് മുന്നിലേക്ക് കടന്നു വന്നത്. 102 സീറ്റുകൾ നേടിയിട്ട് UDF ആണ് മുന്നിലേക്ക് കടന്നു വന്നത്. LDF എത്രയാണ്? 35 സീറ്റുകൾ. NDAക്ക് 3 അക്കൗണ്ടുകളാണ് തുറക്കാൻ പറ്റിയത്. അപ്പൊ UDFന് 102 അക്കൗണ്ടുകൾ തുറക്കാൻ പറ്റി, LDFന് 35, NDA 3 ആണ്. അപ്പൊ 140 മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നതിൽ UDF ആണ് ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ തുറന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പഠിച്ചു വെച്ചേക്ക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ഫലപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കണം. അതിലേക്ക് കൂടി നമുക്ക് പോകാം. കേരളത്തില് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? കുഞ്ഞു കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം, നമ്മൾ പണ്ട് കേട്ടിട്ട് ഒരു സിനിമയിൽ കേട്ടിട്ടില്ലേടാ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്ന്. പുള്ളിയുടെ കൂടെ തന്നെ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാവരും അങ്ങ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ്. കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് വിജയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഏകദേശം 85,327 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതേസമയം ഏറ്റവും കുറവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ആര്? സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന രവീന്ദ്രനാഥ് മണലൂരിൽ നിന്നാണ്. തൃശ്ശൂർ മണലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സി രവീന്ദ്രനാഥാണ് 16ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് സി രവീന്ദ്രനാഥാണ്. അപ്പൊ 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് സി രവീന്ദ്രനാഥ് എന്ന് പറയുന്നത്. ഏതാണ് മണ്ഡലം? മണലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണ്. ഇനി അടുത്തതിലേക്ക് വന്നാൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ മുസ്ലിം ലീഗിലെ ആദ്യ വനിതാ MLA ആകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയയാണ്. മണ്ഡലം പേരാമ്പ്രയാണ്. മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് ഫാത്തിമയുടെ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ മുസ്ലിം ലീഗിലെ ആദ്യ വനിതാ MLA ആകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ ആണ് എന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്തത് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഇലക്ഷനിൽ വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ധർമ്മടത്ത് നിന്ന് വിജയിച്ച നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. അല്ലെ? ആരാണ്? പിണറായി വിജയൻ. 82 വയസ്സാണ്. LDF ആണ്. 82 വയസ്സ് പിണറായി വിജയനാണ്. ധർമ്മടം കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇലക്ഷനിൽ വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അത് AD തോമസ് ആണ് കേട്ടോ. AD തോമസ് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച AD തോമസ് ആണ് ഈ ഇലക്ഷനിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. പ്രായം കൂടിയ വ്യക്തി പിണറായി വിജയനും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? AD തോമസുമാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തതിലേക്ക് വന്നാൽ 16ാം നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം എത്രയാണ്? 16ാം കേരള നിയമസഭയിലേക്ക് എത്തുന്ന വനിതാ MLA-മാരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 11 പേരാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. കഴിഞ്ഞ 15ാം കേരള നിയമസഭയിൽ എത്ര വനിതാ MLA-മാരുണ്ടായിരുന്നെന്നറിയോ? 12 വനിതാ MLA-മാരുണ്ടായിരുന്നു. ഈ 16ാം കേരള നിയമസഭയിലേക്ക് എത്തുന്ന വനിതാ MLA-മാരുടെ എണ്ണം എത്രയാണ്? അത് 11 ആണ് എന്ന് ഓർത്തു വെച്ചേക്കാം. LDF-ൽ നിന്ന് വിജയിച്ചത് 2 പേരും UDF-ൽ നിന്ന് 9 പേരും ടോട്ടൽ 11 പേരാണ് 16ാം കേരള നിയമസഭയിലേക്ക് എത്തുന്ന വനിതാ MLA-മാരുടെ എണ്ണം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് ഓരോ സംസ്ഥാനത്തും അധികാരത്തിലേക്ക് വന്ന ഇലക്ഷൻ നടന്ന ഓരോ സംസ്ഥാനത്തും അധികാരത്തിലേക്ക് വന്നവരെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. 2026 മെയ് മാസത്തിൽ പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? N രംഗസ്വാമിയാണ്. രംഗപ്രവേശനം ചെയ്തത് പുതുച്ചേരിയിലേക്ക് രംഗാണം വന്നുവെന്നോ അല്ലെങ്കിൽ പുതുച്ചേരിയുടെ രംഗപ്രവേശനം എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. 2026 മെയ് മാസത്തിൽ പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? N രംഗസ്വാമിയാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് അധികാരമേറ്റത് ആരാണ്? സുവേന്ദു അധികാരി. പശ്ചിമ ബംഗാളിൽ അധികാരി വന്നു എന്ന് ഓർത്താൽ മതി. പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ ആദ്യത്തെ BJP അധികാരി വന്നു. അത് സുവേന്ദു അധികാരിയാണ്. പഠിച്ചു വെക്കാലോ. അടുത്തതിലേക്ക് വന്നാൽ നിലവിൽ ആസാം മുഖ്യമന്ത്രി ആരാണ്? ആസാമിയെ വിശ്വസിക്കാൻ
വിശ്വസിക്കാൻ പറ്റുമോ? ആസാമുകാർക്ക് ആസാമിയെ വിശ്വസിക്കാൻ പറ്റുമായിരിക്കും. ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നോർത്ത് വെച്ചേക്കാരാണ്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആസാമിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇനി തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതാരാണ്? സി ജോസഫ് വിജയ് ആണ്. ചന്ദ്രശേഖർ ജോസഫ് വിജയ് എന്നാണ് പൂർണ്ണനാമം. സി ജോസഫ് വിജയ് ആണ്. ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്? അത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ അല്ലേ? കേരളത്തിന്റെ ഗവർണറാണ്, അദ്ദേഹത്തിന് തമിഴ്നാടിന്റെ അധിക ചുമതല കൂടിയുണ്ട്. അതുകൊണ്ട് വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് TVKയുടെ നേതാവായിട്ടുള്ള, തമിഴക വെട്രിക്കഴകത്തിന്റെ നേതാവായിട്ടുള്ള സി ജോസഫ് വിജയ് ആണ് എന്നോർത്ത് വെച്ചേക്കാം. നമ്മുടെ കേരളത്തിനൊരു മുഖ്യനെ കിട്ടിയില്ലേ? കാത്തിരിപ്പിനൊടുവിലാണ് നമ്മുടെ കേരളത്തിനൊരു മുഖ്യനെ കിട്ടിയത് അല്ലെ? നീണ്ടൊരു കസേര കളിയൊക്കെ ആയിരുന്നു, നമുക്കറിയാം. അവസാനം എന്ത് തന്നെയാണെങ്കിലും എന്താണ്, കേരളത്തിനൊരു മുഖ്യനെ കിട്ടിയിരിക്കുകയാണ്. അടുത്ത ഒരു 5 വർഷത്തേക്ക് നമ്മളെ നയിക്കുവാൻ പോകുന്ന നമ്മുടെ അമരക്കാരൻ ആരാണ്? അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. VD സതീശനാണ് അല്ലെ? കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഒടുവിൽ മുഖ്യനെ കിട്ടി. സിംഹാസനം VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനത്തിലേക്ക് വന്നത്. മെയ് 18 തീയതി അല്ലെ? 2026 മെയ് 18 തീയതിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. മെയ് 18 തീയതി ഓർത്തു വെച്ചേക്കണം. കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ മുഖ്യന്റെ കസേരയിലേക്ക് ആര് വന്നു? VD സതീശൻ വന്നു. പ്രതിപക്ഷ നേതാവായിരുന്നു അല്ലെ? 2ാം പിണറായി സർക്കാരിന്റെ 2021-26 മന്ത്രിസഭയിൽ എന്താണ്, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് VD സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഇവിടെ പഠിച്ചു വെച്ചേക്കണം. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറയുന്നതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം? വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറയുന്നതാണ്. കേരളത്തിന്റെ 24ാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയുമാണ് ആരെന്ന് പറയുന്നത്? VD സതീശൻ, വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലം നമുക്കറിയാം, പറവൂറാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ? കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കാം. അധികാരമേൽക്കുന്ന തീയതി നമ്മൾ പഠിച്ചു, മെയ് 18 തീയതിയാണെന്ന് പഠിച്ചു. 48 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അധികാരമേറ്റത്. മെയ് 18 തീയതിയാണ്. ഇവിടെ നമുക്കറിയാം 48 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എറണാകുളം ജില്ലയിൽ നിന്ന് കേരളത്തിനൊരു മുഖ്യമന്ത്രി വരുന്നത്. അതായത് PKവിക്ക് ശേഷം, PK വാസുദേവൻ നായർക്ക് ശേഷം 48 വർഷത്തിനു ശേഷമാണ് ആര് വരുന്നത്? എറണാകുളത്ത് നിന്ന് കേരളത്തിനൊരു മുഖ്യമന്ത്രി വരുന്നത്. അത് VD സതീശനാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് PK വാസുദേവൻ നായരാണ്. PKV ആയിരുന്നു. അപ്പൊ PKവിക്ക് ശേഷം ഇനി 48 വർഷത്തിന് ശേഷമാണ് എറണാകുളം ജില്ലയിൽ നിന്ന് കേരളത്തിനൊരു മുഖ്യമന്ത്രി വരുന്നത്. സോ അദ്ദേഹത്തിന്റെ മണ്ഡലം പഠിച്ചു വെക്കുക, പറവൂരാണ്. അധികാരമേറ്റത് എന്നാണ്? 2026 മെയ് 18 തീയതിയാണ് അധികാരത്തിൽ ഏറ്റത്. 1964 മെയ് 31 തീയതി നെട്ടൂർ, എറണാകുളം ജില്ലയിലാണ് VD സതീശൻ അല്ലെങ്കിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ ജനിക്കുന്നത്. നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ 24ാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയുമാണെന്ന് നമ്മൾ പഠിച്ചു. പ്രതിപക്ഷ നേതാവായിരുന്നു 2ാം പിണറായി സർക്കാരിന്റെ 2021 അല്ലെ? 2021-26 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ഇനി പറവൂരിൽ നിന്ന് MLA ആയി വിജയിച്ചത് എപ്പോഴാണ്? 2001, 2006, 2011, അതുപോലെ തന്നെ 2021-26 കാലയളവിൽ പറവൂരിൽ നിന്ന് അദ്ദേഹം ആരായിട്ട്? MLA ആയിട്ട് വിജയിച്ച വ്യക്തിയാണ്. ആദ്യമായി മത്സരിക്കുന്നത് 1996 മത്സരിക്കുന്നത്. അവിടെ P രാജുവിനോട് അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ പഠിച്ചു വെക്കുക. ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു പുസ്തകമുണ്ട്, ക്രൈസ്തവ സഭയിൽ അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗങ്ങളുടെയും ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ എല്ലാ പ്രസംഗങ്ങളെയും കൂടി അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് ആദം നീ എവിടെയാകുന്നു എന്ന് പറയുന്നത്. അതായത് ക്രൈസ്തവ സഭകളിൽ അദ്ദേഹം നടത്തിയ ക്രിസ്തീയ പ്രസംഗങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ പറയുന്ന രചനയാണ് ആദം നീ എവിടെയാകുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രചനയാണ് നേരനുഭവങ്ങൾ എന്ന് പറയുന്നത്. 2 രചനകളും പഠിച്ചു വെച്ചേക്കാം. ഒന്ന് നേരനുഭവങ്ങൾ, അതുപോലെ തന്നെ ക്രൈസ്തവ സഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമായിട്ടുള്ള ആദം നീ എവിടെയാകുന്നു എന്ന് പറയുന്ന ആ ഒരു രചനയും അദ്ദേഹത്തിന്റെ VD സതീശന്റെ രചനകളാണ്. അപ്പൊ അദ്ദേഹം പറവൂരിൽ നിന്ന് MLA ആയി വിജയിക്കുന്ന വർഷം ഏതൊക്കെയാണ്? 2001, 2006, 2011, 2016, 21, 26 കാലഘട്ടത്തിലാണ്. ആദ്യമായി മത്സരിക്കുന്നത് 1996.
ഇനി അപ്പം മുഖ്യരെ പറഞ്ഞ സ്ഥിതിക്ക് പ്രതിപക്ഷ നേതാവിനെ കൂടി പറയണ്ടേ? കേരളത്തിന്റെ ഇനിയുള്ള ഒരു 5 വർഷത്തേക്ക് കേരളത്തിന്റെ ഇനി അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ആരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്? മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് ആരാണ്? നമ്മുടെ പിണറായി വിജയനുമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവാകുന്നത്. 2016-ലും 2021-ലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 2016 to 2021-ലും 2021 to 2026-ലും അദ്ദേഹം ആരായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇവിടെ ചേഞ്ച് ആണ്, നിങ്ങൾ ചേഞ്ച് ചെയ്ത് പഠിച്ചാൽ മതി. ഇത്രയുള്ളടാ. 2021 to 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 2026 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി ആരാണ്? വി.ഡി. സതീശൻ. അങ്ങനെയായി മാറി എന്നോർത്താൽ മതി. അങ്ങനെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് കണ്ടന്റുകളൊക്കെ നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇലക്ഷൻ തൊട്ട് ഇങ്ങിവിടെ എന്താണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ വന്നത് വരെയുള്ള മിക്ക കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വലിയൊരു കടമ്പയുണ്ട്. നമ്മുടെ എന്താണ് 16-ാം മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ചും വകുപ്പുകളെ കുറിച്ചും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള വലിയൊരു സംഗതി നമുക്ക് പഠിക്കാറുണ്ട്. സോ ആ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.